യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്യുന്നു. കാറ്റും കോളും വന്നു, വഞ്ചി മുങ്ങുമാറായി. പക്ഷെ അതിനേക്കാൾ അത്ഭുതമാണ്, യേശു കർത്താവ് ഉറങ്ങുകയായിരുന്നു. ആ ഭാഗത്തിൻ്റെ അവസാനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു. യേശു എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു, ശാന്തമായി. ശിഷ്യന്മാർ പറഞ്ഞു, ഇവൻ എങ്ങനെയുള്ളവൻ. കർത്താവിനെ അറിയുന്നതിന് മുമ്പും അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ചോദിക്കുന്നു, ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് എവിടെ? ഞങ്ങൾ പള്ളിയിൽ വന്നപ്പോഴാണോ നീ ഞങ്ങളെ കണ്ടല്ല? അവൻ ഉറങ്ങുകയായിരുന്നു. തക്ക സമയത്ത് അവൻ ഉണർന്നു. അവൻ എങ്ങനെയുള്ളവൻ എന്ന് നമ്മൾ അറിയേണ്ടതിന്. യേശു എങ്ങനെയുള്ളവൻ? ലോകത്തിലുള്ള മനുഷ്യരുടെ മുഖങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ യേശു കർത്താവിൻ്റെ മുഖവും എത്രയോ വ്യത്യസ്തമാണ്, എത്രയോ അവർണ്ണനീയമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് ആ നല്ല യേശുവിൻ്റെ തേജസ്സുള്ള മുഖം, സ്നേഹമുള്ള മുഖം, ശക്തിയുടെ മുഖം ദൈവം കാണിക്കുന്നു.